PC ജോർജിന്റെ വീടിന് മുമ്പിൽ കുറച്ചുകൂടി സീരിയസ് ആവുന്നുണ്ട് കാര്യങ്ങൾ. വീടിന് മുമ്പിൽ വൻ സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ്. അവിടേക്ക് പോകാമോ? എനിക്ക് തോന്നുന്നു PC ജോർജ് ഇപ്പോൾ റോഡിലേക്ക്, PC-നെ നമുക്കറിയാലോ, നെഞ്ചു വിരിച്ച് ഏത് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ്. അപ്പോൾ PC ജോർജ് അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അത്രയും പ്രകോപനമായിരിക്കും അപ്പോൾ UDF-കാർ ഉണ്ടാക്കിയത്. ചാത്തന്നൂരിന്റെ കാര്യം ഗൗതം സൂചിപ്പിച്ചു. TVK തമിഴ്നാട്ടിൽ 105 സീറ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. 8969 തളിപ്പറമ്പിൽ. അനിലേട്ടാ, തിരിഞ്ഞു നോക്കണ്ട. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ വിജയത്തിലേക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. PCR-ന്റെ ശ്രദ്ധയ്ക്ക് ഈ PC ജോർജിന്റെ വീടിന് മുന്നിൽ നടക്കുന്ന സംഭവം, അതിന്റെ ദൃശ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നമ്മുടെ ആളുകളുണ്ടെങ്കിൽ അതിലേക്ക് പോകണം, ആ വാർത്തയിലേക്ക് പോകണം. കാരണം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അത്. കേവലം ആ ദൃശ്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോർജിന്റെ വീടിന് മുന്നിലുള്ള ദൃശ്യങ്ങൾ സംഘർഷ ഭരിതമാണ്. PC ജോർജും ആ കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല, പക്ഷേ എങ്കിലും എന്തോ പ്രകോപനം അവിടെ ഉണ്ടായിട്ട്. മിഥുൻ മുരളി, എന്താ സംഭവിക്കുന്നത്? PC ജോർജിന്റെ വീട്ടിന് മുന്നിൽ എന്താണ് സംഭവിക്കുന്നത്? മിഥുൻ മുരളി. അനിൽ നമ്പ്യാർ, വൻ സംഘർഷാവസ്ഥയാണ് വീടിന് മുന്നിൽ. പ്രകോപനവുമായി ഇപ്പോൾ UDF പ്രവർത്തകർ PC ജോർജിന്റെ വീടിന് മുന്നിലേക്ക് എത്തുന്നു. പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. സംഘർഷാവസ്ഥയാണ്, വലിയ സംഘർഷാവസ്ഥയാണ്. പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വീടിന് ഉള്ളിലേക്ക് പടക്കം പൊട്ടിച്ചെറിയുന്ന അവസ്ഥ. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിച്ചപ്പോൾ PC ജോർജ് ഇപ്പോൾ വീടിന് മുന്നിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഇതോടുകൂടി UDF പ്രവർത്തകർ വലിയ രീതിയിൽ പ്രകോപനം തുടർന്ന് പോലീസ് ഇടപെട്ടിപ്പോൾ PC ജോർജിന്റെ വീടിന് മുന്നിൽ നിന്നും പ്രവർത്തകരെ ഒഴിവാക്കുന്നതിനുള്ള ആ ശ്രമം, അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വീടിന് മുന്നിൽ പൂഞ്ഞാറില് ഈരാറ്റുപേട്ടയ്ക്ക് സമീപമുള്ള PC ജോർജിന്റെ വീടിന് മുന്നിലേക്ക് എത്തിയ ആ UDF പ്രവർത്തകരെ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ കൊടി വീശിക്കൊണ്ടുള്ള ആ UDF പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിവാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് വലിയൊരു സംഘം തന്നെ PC ജോർജിന്റെ വീടിന് മുന്നിലേക്ക്, ഈരാറ്റുപേട്ടയ്ക്ക് സമീപമുള്ള വീടിന് മുന്നിലേക്ക് എത്തുകയും ആ പ്രകോപനപരമായി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട് UDF-ന്റെ വിജയം ആഘോഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിനപ്പുറത്തേക്ക് പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ PC ജോർജിന്റെ വീടിന് മുന്നിലേക്ക് BJP-യുടെ മുതിർന്ന നേതാവ്, പൂഞ്ഞാർ മണ്ഡലം NDA സ്ഥാനാർത്ഥി PC ജോർജിന്റെ വീടിന് മുന്നിലേക്ക് എത്തി പ്രകോപനം സൃഷ്ടിച്ചത്. അവിടെ സെബാസ്റ്റ്യൻ MJ UDF-ന്റെ സ്ഥാനാർത്ഥി വിജയത്തിലേക്ക് അടുക്കുന്നു. പക്ഷേ ആ വിജയ ആഘോഷം എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രകോപനം ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അല്പസമയം മുൻപ് ഒരു വലിയ സംഘം ആളുകൾ ആ വാഹനത്തിലും മറ്റ് പാട്ടും മേളങ്ങളുമൊക്കെയായി ഈ PC ജോർജിന്റെ വീടിന് മുന്നിലേക്ക് എത്തിയപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇവരെ ഇവിടെ നിന്നും ഒഴിവാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ. PC ജോർജ് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോഴത്തേന് പോയി തോന്നല്ലാരും. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. PC കണ്ടാ പിന്നെ അല്ല, ഈ പറയുന്ന UDF-കാരാവണമെന്ന് ഉറപ്പൊന്നുമില്ല. ഉറപ്പാണ്. കാരണം SDP ആയിരിക്കും അതിന് ചുക്കാ പിടിക്കുക. കാരണം UDF-കാർക്കൊന്നും ധൈര്യമൊന്നുമില്ല. ചാത്തന്നൂരിൽ BJP വിജയക്കുതിപ്പിലേക്ക് കടക്കുകയാണെന്ന് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മനോജ് നൽകുന്നുണ്ട്. 9 റൗണ്ടുകൾ എണ്ണി തീരുമ്പോൾ BJP BB ഗോപകുമാർ കഴിഞ്ഞ ദിവസം നമ്മുടെ അശ്വതിക്ക് ഫോണിലൂടെ നൽകിയ വാഗ്ദാനം, ഇതാ ഞാൻ ജയിക്കുകയാണെന്ന് കൃത്യമായി തന്നെ ഇപ്പോഴും വ്യക്തമാക്കുകയാണ്. ചാത്തന്നൂരിൽ വമ്പൻ ട്വിസ്റ്റിലേക്കാണ് പോകുന്നത്. ചാത്തന്നൂരിൽ ഇതാ BB ഗോപകുമാർ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒപ്പം ബംഗാളിൽ ഗൗതമേ 200 ഡബിൾ സെഞ്ചുറി. ബംഗാളിൽ എനിക്ക് തോന്നുന്നത് സച്ചിൻ ഡബിൾ സെഞ്ചുറി അടിച്ചൊരു സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതെ. എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന 2 വാർത്തകൾ, രണ്ടും കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഒന്ന് TK ഗോവിന്ദന്റെ മുന്നേറ്റം, രണ്ടാമത് വി കുഞ്ഞികൃഷ്ണൻ. അല്ലെ, ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ആ ഒരു പോരാട്ട വീര്യം അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിച്ചിരുന്നേ. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പുസ്തകത്തിൽ 2 പേജ് വായിച്ചാൽ തന്നെ മധുസൂദനെതിരെ വോട്ട് ചെയ്തു പോകും. രക്തസാക്ഷി ഫണ്ട്, ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചത് ആരാണെന്ന് പയ്യന്നൂരിലെ ജനത ഇപ്പൊ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ശരിയാണ് എന്നവർ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 4751 വോട്ടുകളുടെ ലീഡ് നിലനിർത്തുകയാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ. നമുക്ക് രഞ്ജിത്ത് അമ്പാടിയിലേക്കൊന്ന് പോകാം. കാരണം പ്രേക്ഷകർക്ക് ഏറ്റവും അറിയേണ്ടത് ഈ BJP ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. രഞ്ജിത്ത്, ഈ കഴക്കൂട്ടത്തിപ്പോൾ എന്താണ് അവസ്ഥ? കാരണം നേരിയ
ആ മാർജിനിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിൽ വി മുരളീധരൻ ഒന്നാമത് വരുന്നു, വീണ്ടും അവിടെ കടകംപള്ളി കയറുന്നു. കഴക്കൂട്ടത്ത് എന്ത് സംഭവിക്കുന്നു? നേമത്തെ അവസ്ഥ എന്താണ്? പറയൂ. ഞാൻ അതിന് മുമ്പ് ഒറ്റ കണക്കൊന്ന് പറഞ്ഞോട്ടെ ഗൗതമേ. ഗൗതത്തിന്റെ സമ്മതത്തോടു കൂടി നെയ്യാറ്റിൻകരയുടെ കണക്ക് ഞാനൊന്ന് വേഗം പറയാം. നെയ്യാറ്റിൻകരയിൽ ശക്തൻ തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്, 40,507 വോട്ടുകൾ. ആൻസലൻ രണ്ടാം സ്ഥാനത്താണ്, 32,544 വോട്ടുകൾ. ഈ നിലവിലാണ് 2000 വോട്ടുകളുടെ ഡിഫറൻസ്. 2000 വോട്ടുകൾ ഡിഫറൻസ്. തീർച്ചയായും നേമത്ത് ഇപ്പോഴും 4288 വോട്ടിന്റെ ലീഡ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. അവിടെ ഇപ്പോൾ 8ാം റൗണ്ടാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം മൊത്തം 18 റൗണ്ടുകളാണ് അവിടെ എണ്ണാനുള്ളത്. അത് ക്രമാനുഗതമായി ആ ലീഡ് വർദ്ധിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നേമത്ത് ഇപ്പോഴും BJP ലീഡ് തുടരുന്നു. അതേസമയം കഴക്കൂട്ടത്ത് 131 വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതേസമയം തിരുവനന്തപുരം സെൻട്രലിൽ 55 വോട്ടുകൾക്ക് കരമന ജയൻ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് പക്ഷേ ഒഫീഷ്യൽ സൈറ്റിൽ ഇതുവരെ അത് അപ്ഡേറ്റ് ആയിട്ടില്ല. അവിടെ നിന്ന് സമയങ്ങളായി വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. BB ഗോപകുമാർ ചാത്തന്നൂരിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നും അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരം. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ ഇപ്പോൾ NDA സഖ്യം BJP മുന്നിട്ട് നിൽക്കുന്നു. ഒരിടത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. കഴക്കൂട്ടത്ത് ഫലങ്ങൾ മാറിമറിയുന്നു, ലീഡ് നില മാറിമറിയുന്നു. കടകംപള്ളി സുരേന്ദ്രൻ നിലവിൽ 131 വോട്ടുകൾക്ക് മാത്രം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്നും ഇതുവരെ K ആൻസലിനാണ് മുന്നിട്ട് നിന്നതെങ്കിൽ 1900 സംതിങ് വോട്ടുകൾക്ക്, അതായത് 2000-ഓളം വോട്ടുകൾക്ക് N ശക്തൻ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. അവിടെ ഇനി 5 റൗണ്ടുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. 18 റൗണ്ടുകളിൽ 13 റൗണ്ടുകൾ എണ്ണി പൂർത്തിയായിരിക്കുന്നു. അവിടെ 40,000-ലധികം വോട്ടുകൾ ശക്തൻ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് നെയ്യാറ്റിൻകരയിൽ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരം. ഓക്കെ, അങ്ങനെ 2 മണ്ഡലങ്ങളിലാണ് NDAക്ക് ലീഡുള്ളത്. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 2366. അതായത് നേമത്ത് BJP ലീഡ് മറ്റ് ഒരു മുന്നണിക്കും വിട്ടു നൽകുന്നില്ല.